1860-കളിൽ ജനിച്ച് 1936 അമേരിക്കൻ രാജ്യത്തിൽ മരിച്ച ഒരു വ്യക്തിയാണ് സാമുവൽ ബ്രിങ്കിൾ. ഇദ്ദേഹം ഒരു ചെരുപ്പുകുത്തിയുടെ മകനായിട്ടാണ് ജനിച്ചത്. കാണാൻ വലിയ യോഗ്യനല്ല, നീളം കുറവാണ്, നിറം കുറവാണ്, യോഗ്യതയില്ലാത്ത ഈ വ്യക്തി ഒരിക്കൽ ദൈവവേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം സാൽവേഷൻ ആർമിയുടെ ഫൗണ്ടറിന്റെ വാതിലിന് ചെന്ന് മുട്ടി. 2 പ്രാവശ്യം മുട്ടിയപ്പോഴും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ ഔട്ട്ലുക്ക് കണ്ടിട്ട് വില്യം ബൂത്ത് കതകടച്ചു. 3-ാമത്തെ പ്രാവശ്യം തുറന്നപ്പോഴും കൊട്ടി അദ്ദേഹം തുറന്നു. വില്യം ബൂത്ത് ചോദിച്ചു, എന്താണ് എനിക്ക് ആവശ്യം? സാമുവൽ ബ്രിങ്കിൾ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹമാണ്. ഈ മിനിസ്ട്രിയിൽ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം. എൻ്റെ കർത്താവിന്റെ വേല ചെയ്യാൻ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം. അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, ഇവിടെ ഒരു ഷൂ റാക്കിന്റെ റൂമുണ്ട്, ഷൂ റാക്ക് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ മുറിക്കകത്ത് നിനക്ക് പോയി ഷൂകൾ വൃത്തിയാക്കാം, ഷൂ പോളിഷ് ചെയ്യാം, അതിനകത്ത് തന്നെ കിടന്നോണം, അതിനകത്ത് തന്നെ നിന്റെ ഫുഡും ഉണ്ടെന്ന് പറഞ്ഞു. നാറ്റം പിടിച്ച സോക്സും നാറ്റം പിടിച്ച ഷൂ ഇരിക്കുന്ന മുറിക്കകത്തുള്ള വാസം അടുത്തിട്ട് അദ്ദേഹം പോകുമെന്ന് കരുതി വില്യം ബൂത്ത് അദ്ദേഹത്തെ ഷൂ പോളിഷ് ചെയ്യുന്ന വ്യക്തിയായിട്ട് അപ്പോയിന്റ് ചെയ്തു. പക്ഷേ വിശ്വസ്തനായ സാമുവൽ ബ്രിങ്കിൾ നീണ്ട 16 വർഷങ്ങൾ ആ ഷൂ റാക്ക് ഇരിക്കുന്ന റൂമിനകത്ത് കഷ്ടപ്പെടുവാൻ തുടങ്ങി. അദ്ദേഹം എല്ലാ ചെരുപ്പുകളും ആത്മാർത്ഥമായിട്ട് വൃത്തിയാക്കി പോളിഷ് ചെയ്തു. വിശ്വസ്തയോടെ ജോലി ചെയ്തതിനു ശേഷം കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും തുടങ്ങി. നീണ്ട 16 വർഷങ്ങൾ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു സ്ഥാനമാനങ്ങളും ലഭിക്കാതെ, ഒരു പദവികളും ലഭിക്കാതെ ആ മുറിക്കകത്ത് ഒതുങ്ങിയിരുന്ന് ദൈവത്തിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും തുടങ്ങി. സാൽവേഷൻ ആർമിയുടെ മെഗാ കൺവെൻഷൻ നടക്കുകയാണ്. 50,000 പേരത്തിൽ ജനം കൂടുന്ന കൺവെൻഷനിൽ വില്യം ബൂത്ത് 7 ദിവസങ്ങൾ 7 പ്രാസംഗികരെയും നിയമിച്ചു. 7-ാമത്തെ ദിവസം നിയമിച്ചിരുന്ന ഏറ്റവും വലിയ പ്രാസംഗികൻ അന്ന് പെട്ടെന്നൊരു ടെലിഗ്രാം അടിച്ചു, എനിക്ക് വരുവാൻ സാധിക്കത്തില്ല, ഞാൻ വരാത്തത് കൊണ്ട് എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ മറ്റൊരു വ്യക്തി അതിന് ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. കത്ത് കിട്ടിയ വില്യം ബൂത്ത് ഭയന്നുപോയി. ഞെട്ടിവിറച്ചുകൊണ്ട് അദ്ദേഹം ചാപ്പലിലേക്ക് ഓടിപ്പോയി നെടുമ്പാട് വീണ് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഇതിന് എനിക്കൊരു പരിഹാരം നൽകി തരണമെന്ന് പറഞ്ഞു. ദൈവം വില്യം ബൂത്തിനോട് സംസാരിച്ചു. നീണ്ട 16 വർഷങ്ങൾ നിങ്ങളുടെ ചെരുപ്പ് മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന സാമുവൽ ബ്രിങ്കിൾ ഇന്ന് നിങ്ങളുടെ വേദിയിൽ നിന്ന് പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. വില്യം ബൂത്ത് ഞെട്ടിപ്പോയി. വീണ്ടും ദൈവത്തോട് ചോദിച്ചു. സാമുവൽ ബ്രിങ്കിൾ എന്നുള്ള പേര് മാത്രമേ വില്യം ബൂത്ത് കേട്ടുള്ളൂ. വില്യം ബൂത്ത് കേട്ടപ്പോൾ സാമുവൽ ബ്രിങ്കിളിനോട് പറയുമ്പോൾ അദ്ദേഹം പേടിച്ച് വിറച്ച് ഇത് ചിലപ്പോൾ വേണ്ട എന്ന് പറയുമെന്ന് കരുതി സാമുവൽ ബ്രിങ്കിളിൻ്റെ അടുത്ത് വില്യം ബൂത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു ഇന്ന് താങ്കൾ ഇവിടെ പ്രസംഗിക്കണമെന്ന്. ഒട്ടും എക്സൈറ്റ്മെന്റ് ഇല്ലാതെ, ഒട്ടും ഞെട്ടലില്ലാതെ സാമുവൽ ബ്രിങ്കിൾ വളരെ സന്തോഷത്തോടെ ആ ദൗത്യം ഏറ്റെടുത്തു. ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വേദിയിലേക്ക് പോകുവാൻ വേണ്ടി അന്നുണ്ടായിരുന്നവരുടെ അവിടുത്തെ വലിയ വലിയ ആളുകളുടെ കോട്ടുകൾ എടുത്ത് സാമുവൽ ബ്രിങ്കിളിനെ ധരിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന വലിയ ആൾക്കാർ, അല്ലെങ്കിൽ സാൽവേഷൻ ആർമിയിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയിരുന്നത് നല്ല സൈസുള്ള, നല്ല സ്ട്രക്ചറുള്ള ആൾക്കാരുടെ കോട്ടും ഷൂവും സാമുവൽ ബ്രിങ്കിളിന് ചേർന്നില്ല. എങ്കിലും ഒരു വലിയ ലോഹ പോലെ കോട്ടെടുത്തിട്ടു, വലിയ ഷൂ എടുത്ത് ലേസ് കെട്ടി വള്ളം പോലിരിക്കുന്ന ഷൂവും ഇട്ടുകൊണ്ട് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി ചെന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം കണ്ണ് ഇറുക്കി പിടിച്ച് അടച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 5 മിനിറ്റത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം വില്യം ബ്രിങ്കിൾ കണ്ണു തുറന്നപ്പോൾ ഒരു കസേരയിലും അവിടെ ഉണ്ടായിരുന്ന 50,000-ൽ പരം ജനങ്ങളിരിക്കുന്ന വേദിയിലും കസേരകളിലും പന്തലിലും ഒന്നും ഒരു വ്യക്തിയും അദ്ദേഹം കണ്ടില്ല. അദ്ദേഹം കരുതി അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപേ ജനങ്ങൾ എഴുന്നേറ്റ് പോയി എന്ന് അദ്ദേഹം കരുതി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കസേരയുടെ താഴെ ഓരോരോ ജനങ്ങളും കവിണ്ണു വീണ് തറയിൽ വീണ് കിടന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് ദൈവസാന്നിധ്യത്തിന്റെ നിറവിൽ മറ്റുള്ളവർ ദൈവത്തിലേക്ക് വീണ് കരയുവാൻ തുടങ്ങി. ഇത് സാമുവൽ ബ്രിങ്കിളിന്റെ ആത്മീക ജീവിതത്തിന്റെ, ഭാവി ജീവിതത്തിന്റെ തുടക്കമായി കുറിച്ചു. പിൽക്കാലത്ത് വില്യം ബൂത്തിന് ശേഷം സാൽവേഷൻ ആർമിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ശക്തനായ നേതാവും പ്രസിഡന്റുമായിരുന്നു സാമുവൽ ബ്രിങ്കിൾ. എന്താണ് സാമുവൽ ബ്രിങ്കിൾ ഇത്ര പരമോന്നതമായ പദവിയിലെത്തുവാനുള്ള കാരണം? ഒന്ന് മാത്രമാണ്, നീണ്ട 16 വർഷങ്ങൾ തന്നെ ഏൽപ്പിച്ച ജോലിയിലുള്ള ആത്മാർത്ഥത, വിശ്വസ്തത, ദൈവത്തോടുള്ള പ്രാർത്ഥന, ക്ഷമയും പേഷ്യൻസുമുള്ള, താഴ്മയുള്ള, പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ഉന്നതിയുള്ള സ്ഥാനങ്ങളാണ്.
ഉന്നമനങ്ങളിൽ അവനെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥനയും ക്ഷമയും വിശ്വസ്തതയും കാത്തിരിപ്പുമുള്ള വ്യക്തിയാണ് താങ്കളെങ്കിൽ ദൈവം വലുത് നിങ്ങൾക്ക് വേണ്ടിയും ഒരുക്കി വച്ചിട്ടുണ്ട്.